നിന്നിഷ്ടം ദേവാ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകെന്നെ. നിന്നിഷ്ടം പോലെ ആകണമേ. എന്നുള്ളം നോവും വേളയിലും നിൻ കരം തോട്ടു താലോലിക്കൻ കർത്താവേ ഞാനും ശക്തനാവാ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു മാസത്തിൻ്റെ ഹല്ലേലൂയ കർത്താവേ, ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും സ്വർഗം സഹായിച്ചല്ലോ, നന്ദി. 7 മാസക്കാലം ഞങ്ങളെ അത്ഭുതം അതിശയമായി സൂക്ഷിച്ചു. 8-ാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ അടിയനെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കൊണ്ട് എന്നെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജീവിതങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സൂക്ഷിക്കുമാറാകണം. സ്വർഗീയ സാന്നിധ്യവും സമാധാനവും ഞങ്ങൾക്ക് വേണമപ്പാ. അവിടുത്തെ കൃപയും ബലവും ഞങ്ങൾക്ക് വേണം കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ. ഞങ്ങൾക്ക് സകലതും തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ കുടുംബത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ശരീരാത്മതകളെയൊക്കെ ബലപ്പെടുത്തി സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ന് വരെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളെ ഇന്നുവരെ കൺമണി പോലെ സൂക്ഷിച്ച ദൈവം അവിടുന്ന്, പരിപാലിച്ച ദൈവം അവിടുന്ന്, ഞങ്ങൾ അങ്ങേക്ക് മുന്നമേ നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ കൺമണി പോലെ സൂക്ഷിക്കണമേ. ആപത്തനത്തിൽ നിന്നും, രോഗദുഃഖാദികളിൽ നിന്നും, പകർച്ചബാധകളിൽ നിന്നും, മരണത്തിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുക കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ടപ്പാ. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ കർത്താവ്, OET IELTS പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ. ബുദ്ധിജ്ഞാനം അവിടുന്ന് നൽകണമേ. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകാൻ ഇടയാക്കണമേ കർത്താവെ. അപ്പോൾ ആ റിസൾട്ട് തന്ന് അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന തുടർന്നുള്ള വഴികളിൽ കൂടി അവരെ നടത്തണേപ്പാ. ശ്രേഷ്ഠമായ വഴിപാടിൽ അവർക്ക് മുൻപിൽ തുറക്കണമേ കർത്താവേ. വീണ്ടും റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പോൾ നല്ല ജയം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിദേശത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ സകല നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ. തടസ്സങ്ങൾ മുടക്കങ്ങൾ മാറ്റണമേപ്പാ. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വഴിപാടിൽ തുറക്കണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു നാഥാ. സ്തോത്രം സ്തോത്രം കർത്താവേ. അവിടുത്തെ പാദപീഠം ചാർന്ന് കടന്നു വരുന്ന ഒരു കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാടും വീടും വിട്ട വിദരിതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ. അപ്പോൾ പഠിക്കുന്ന മക്കളും ജോലി ചെയ്യുന്ന മക്കളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരെ ശക്തരാക്കണേ കർത്താവ്. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ കർത്താവേ. മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവും പിതാവുമായി അപ്പച്ചനിരിക്കണമേ. ഇത് വക്രതയും കോട്ടം നിറഞ്ഞ ലോകമാ കർത്താവേ. എങ്ങും ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിലൊന്നും അകപ്പെട്ടു പോകാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിച്ച കോട്ടയ്ക്കുള്ളവരെ മറയ്ക്കണമേ കർത്താവേ. എൻ്റെ കർത്താവരെ സൂക്ഷിച്ച് പരിപാലിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ താങ്ങിക്കൊള്ളണമേ. സമാധാനവും സന്തോഷവും അവർക്ക് കൊടുക്കണമേ. അവരുടെ എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ.
ദൈവമായ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയപ്പം ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണി ഒരുക്കണം. അവരുടെ മനസ്സിന് തൃപ്തിയായ വിവാഹം നടക്കാൻ സഹായിക്കുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നടക്കണം കർത്താവെ. ഹല്ലേലൂയ. അതിനായി സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗമേ ആണ്ട് തീരുന്നതിന് മുൻപ് തക്ക ജീവിത പങ്കാളിയെ ഒരുക്കിയവരെ മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ ഇറങ്ങണമേ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. കർത്താവ്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗ്ഗം അവരെ സഹായിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ. സന്തോഷത്തിൻ്റെ വർത്തമാനം പങ്കുവയ്ക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് ഹല്ലേലൂയ സന്തോഷിപ്പാൻ തക്കണ്ട ഭാഗ്യം തന്നാട്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, അവരെ ഉള്ളംകരത്തിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസം ദൈവോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണമേ കർത്താവെ. ഊനമില്ലാത്ത തലമുറ കണ്ട് കർത്താവെ സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുകയാണ്. ബാലപീഠകളിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളുമാറാകണം. കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. കാൽവറി രക്ത കോട്ടയ്ക്കുള്ളിൽ അതിനെ പൊതിയണമേ. സ്വർഗീയ ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദേശത്തെയും ഹാലയിൽ സൗഖ്യത്തോടെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. സമാധാനത്തോടെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന സകല മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ICUലും CCUലും ആയിരിക്കുന്ന മക്കളുണ്ടപ്പാ. വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. അപകടങ്ങളിൽപ്പെട്ടായിരിക്കുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മരുന്ന്, അങ്ങ് വൈദ്യന, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, സ്വർഗമെന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. കിടക്കയിൽ നിന്നായിരിക്കുന്ന മക്കളുണ്ട്, വീൽചെയറിലായിരിക്കുന്ന മക്കളുണ്ട്, കൈകാലുകൾക്ക് ചലനമില്ലാത്തവരുണ്ട്, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുള്ള മക്കൾ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള മക്കൾ, ഉണങ്ങാത്ത വ്രണമായി കഴിയുന്നവരപ്പാ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ. തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ കർത്താവെ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട്. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ട്. ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ കർത്താവെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ കർത്താവേ, ഹല്ലേലൂയ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവരെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. നീ എല്ലാറ്റിനും മരുന്നും വൈദ്യനുമാ, മനസ്സലിയും കരുണയുമുള്ള ദൈവമാ. അങ്ങൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പോലും സൗഖ്യമുണ്ടല്ലപ്പാ. നീ ഞങ്ങളെ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ രുചിച്ചറിഞ്ഞവരാ, തിരിച്ചറിഞ്ഞവരാപ്പാ. പിന്നെയും ഞങ്ങളെ വിടുവിക്കുവാൻ സർവ്വശക്തനാ. എല്ലാ വ്യാധികളെയും അകറ്റുവാൻ കഴിവുള്ളൊരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. മഹാവൈദ്യനായ കർത്താവ് ഓരോ കിടക്കി കരിയിലും കടന്നു ചെല്ലണം. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ട്. പുതിയ ബുദ്ധി ജ്ഞാനമൊക്കെ കൊടുത്ത് ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ്, യാത്രയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും യാത്രകളിൽ കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണം. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹല്ലേലൂയ കടഭാരത്താൽ വരെയുന്ന മക്കളെ സമർപ്പിക്കുക കർത്താവെ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പച്ച. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. സ്വന്തമായി തലചായ്പാൻ ഒരിടം എൻ്റെ അപ്പൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനം പണിയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഒരു കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവ് ബിസിനസ് ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കട്ടെ. എല്ലാ ഉപജീവനമാർഗത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. നാഥ, ഓരോ നിമിഷം വേണ്ടുന്നത് കർത്താവ് കൊടുത്ത് കരുതിക്കൊള്ളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, സമാധാനത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും ദിനംതോറും ജീവിപ്പാൻ ആവശ്യമാർന്ന സ്വർഗീയ നന്മകളെ കൊടുത്ത് ഓരോ മക്കളെയും പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്.
അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ നാഥ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ, ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. എൻ്റെ സ്വർഗം ഇറങ്ങുമാറാകണമേ കർത്താവേ. ആമേൻ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ചു നിൽപ്പാൻ അനുവദിക്കാതോണം സ്വർഗത്തിലെ ദൈവം സകലത്തിൻ്റെ മേലും കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ഹോവേ നീയല്ല തീർത്തു തരാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. സ്വർഗമിറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വേദനകൾക്ക് വറുതി വരുത്തണമേ കർത്താവേ. എല്ലാ പ്രയാസപ്രതികൂലത്തിൽ നിന്നും ഓരോ മക്കളെയും വിടുവിക്കുമാറാകണമേ. ദുഷ്ടപിശാചിൻ്റെ പിടിയിൽ നിന്ന് ഓരോ മക്കളെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റാരുമില്ല കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു നന്മയുമില്ല കർത്താവേ. എൻ്റെ സ്വർഗം ഞങ്ങളെ പരിപാലിക്കുമാറാകണം. ആമേൻ. എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഒന്നിനും കുറവ് വരികയില്ലല്ലോ. അപ്പോൾ അവിടുത്തെ സന്നിധാനത്തിൽ എല്ലാം ഉണ്ടല്ലോ. ധനമുണ്ട്, മാനമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സൗഖ്യമുണ്ട്, ദൈവകൃപയുണ്ട്. എല്ലാം അവിടുത്തെ പക്കല അപ്പനെ പിൻപറ്റി ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം എൻ്റെ ദൈവമായ കർത്താവേ, ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദിനംതോറും ജീവിപ്പാൻ സഹായിക്കണം. ദൈവം ഞങ്ങളുടെ സങ്കേതവും പേരും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ മക്കളെയും ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഒരു പ്രാവശ്യം കൊണ്ട് സമർപ്പിക്കുന്നു. സ്വർഗമെന്ന് ആശ്വസിപ്പിക്കണമേ അപ്പാ. അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ തക്കണം പ്രത്യാശ നൽകി ഓരോ മക്കളെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നത്, ഉരുൾപൊട്ടലിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ എൻ്റെ കർത്താവേ, ആ സ്ഥലങ്ങളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സകലതും നഷ്ടപ്പെട്ടവരെ വഴിത്തലക്കൽ അയ്യം വിളിക്കുന്നവർ എങ്ങനെ മുൻപോട്ട് ജീവിക്കുന്നവർക്ക് നെടുവീർപ്പെടുന്നവർ, ആമേൻ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ വേർപാടിൽ ദുഃഖിച്ച് കലങ്ങിയിരിക്കുന്നവർ എൻ്റെ കർത്താവേ, എല്ലാം എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അങ്ങല്ലാതെ ഞങ്ങൾക്കൊന്നും ആശ്രയമില്ല കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗം സഹായിക്കുമാറാകണം. ശക്തീകരിച്ച് ബലപ്പെടുത്തണേ അപ്പാ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. ദൂതന്മാരെ അവിടെ ഇറക്കണമേ കർത്താവേ. നീ അവർക്ക് ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം എല്ലാം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വേദനയും സ്വർഗമെടുത്ത് മാറ്റണമേ. മരുന്നും വൈദ്യനുമായിരിക്കണേ. ആശ്വാസപ്രദനെ കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിയത്തില്ലപ്പാ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ മനസ്സലിയണം, കരുണ കാണിക്കണം, സൗഖ്യമായിക്കണം, ബാധയിൽ നിന്ന് വിടുവിക്കണം. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ വിടുവിക്കണമേ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും സൂക്ഷിക്കണേ അപ്പാ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഓരോ മക്കളും വിശ്വസ്തരായി ദൈവകൃപയിൽ എല്ലാം ചെയ്തെടുപ്പാൻ കൃപ നൽകണമേ. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്ന സ്വർഗം കരുതിക്കൊള്ളണമേ. ദൈവവേല നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളെയൊക്കെ വിടുവിക്കുമാറാകണമേ. അവരുടെ കുടുംബങ്ങളെയൊക്കെ കാത്തുകൊള്ളുമാറാകണമേ. പിന്നെയും എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഘോഷിപ്പാൻ തക്കണം ഓരോ മക്കളെയും എഴുന്നേൽപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അടിയൻ മറന്നാലും മറക്കാത്ത വിഷയങ്ങൾ സ്വർഗം ഏറ്റെടുക്കണമേ. മറുപടി അയക്കണമേ അപ്പ. അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി അടിയനെ ശ്രമിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ വേദനകൾ സർവ്വത്തിൻ്റെ മേലും ഹല്ലേലൂയ സകലത്തിനും മതിയായവൻ എൻ്റെ കർത്താവാകിയാൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് സൂക്ഷിച്ച് പരിപാലിച്ച് നന്മകളാൽ നിറച്ച് നടത്തി മാനിക്കണമേ എന്നടിയാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.